വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കോഫിയുടെ നല്ല ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ ഉള്ള അടിപൊളി കോഫിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പം പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാല് നല്ല കട്ടിയുള്ള ഫുൾ ക്രീം പാലെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല കട്ടിയുള്ള പാലാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. പക്ഷേ വെള്ളം ചേർക്കാതെ തയ്യാറാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർക്കാം. ഞാൻ 2.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് പാകത്തിനുള്ള മധുരം ഉണ്ടാവും. മധുരം കുറച്ച് മതിയെങ്കിൽ അല്പം കുറച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുമ്പം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കണം. നെസ്കഫെ, ബ്രൂ തുടങ്ങിയ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ കോഫി പൗഡർ എടുക്കുക. എന്നാലാണ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ടേസ്റ്റ് കിട്ടുക. ഞാൻ എടുത്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. കോഫി ചേർത്ത് കൊടുത്ത പാടെ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ ഒരു അല്പം കൂട്ടി വെക്കുക. ഇനി ഒരു 5-6 സെക്കൻഡ് സമയം മാത്രം നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന പാടെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. കോഫി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വേവിക്കരുത്, ടേസ്റ്റ് മാറും. കൂടുതൽ സ്ട്രോങ് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെയൊക്കെ കോഫി ചേർക്കാവുന്നതാണ്. ഇനി ഇത് 1-2 തവണ നന്നായിട്ട് അടിച്ചെടുക്കണം, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.